750 കോടി രൂപ ചെലവിൽ 2 ടൗൺഷിപ്പുകളാണ് സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടുകാരുടെ ദുരിതത്തിന് ഇരയായവരുടെ വലിയ ഒരു ആവശ്യമായിരുന്നു പുനരധിവാസം എന്നത്. മാസങ്ങൾ പിന്നിട്ടാണെങ്കിലും സർക്കാർ അതിലേക്ക് കടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മുടെ ഉള്ളതിപ്പോൾ ചൂരൽമലയിലാണ്, ചൂരൽമല അങ്ങാടിയിലാണ്. ഈ ദുരന്തത്തിൻ്റെ വലിയ കാഴ്ചകളും വിഷമമുണ്ടാക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഈ നാട്ടുകാരാണ്, ചൂരൽമല നിവാസികളാണ്, ദുരന്തത്തിൻ്റെ ഇരകളായവരാണ്, ദുരന്തത്തിനെല്ലാം നഷ്ടമായവരാണ്. എന്താണ് അവർക്ക് സർക്കാരിൻ്റെ ഈ ഒരു സമീപനത്തിൽ, പുതിയ തീരുമാനങ്ങളിൽ പറയാനുള്ളത് എന്നതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, ഒരുപാട് ദിവസങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുരിതമൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ സർക്കാർ നിങ്ങൾക്ക് പുനരധിവാസം സാധ്യമാക്കാനുള്ള നടപടികൾക്ക് തുടക്കമാകുന്നു, അതിൻ്റെ തീരുമാനങ്ങളെടുത്തു, 2 ഇടങ്ങളിലായി ടൗൺഷിപ്പ് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതിൽ ആദ്യം പറയാനുള്ളത്? അല്ല, ഞങ്ങൾ സത്യത്തിൽ ഈ ദുരന്തത്തിൽ പെട്ട ആളാണ്. ഞാൻ ഇപ്പോൾ മേപ്പാടിയാണ് താമസം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ 5 മാസം കഴിഞ്ഞു ഈ സംഭവം നടന്നിട്ട്. ഇപ്പോഴും വളരെ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ അതേ പറയുന്നുണ്ടായിരുന്നു, ടൗൺഷിപ്പിൽ നെടുമ്പാലയും എൽസ്റ്റൺ എസ്റ്റേറ്റുമാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ഇവിടുത്തെ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട്. അതിൽ 10 സെൻറ്റ് സ്ഥലവും അതിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടും എന്നാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ ഞങ്ങളിവിടെ ഞങ്ങൾ സ്കൂൾ റോട്ടിലാണ് താമസിച്ചിരുന്നത്. അതുപോലെ മുണ്ടക്കയിൽ ഞങ്ങളൊക്കെ 1 ഏക്കറയും 2 ഏക്കറയും ഒരു 15 സെൻറ്റ് 20 സെൻറ്റിൽ കുറയാതെ ഉള്ള സ്ഥലത്താണ് ഞങ്ങളൊക്കെ വീട് വെച്ച് താമസിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും 10 സെൻറ്റ് എന്ന് പറഞ്ഞു. ആ 10 സെൻറ്റിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ 1-ാം തീയതി മുഖ്യമന്ത്രിൻ്റെ ഈ സ്പോൺസർമാരൊക്കെ വിളിച്ചു ചേർത്ത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയിലായിരുന്നത്. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിൻ്റെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു. കാരണം ദുരന്തബാധിതരെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു പ്രവണതയാണിപ്പോൾ കണ്ടത്. കാരണം ഞങ്ങൾക്കതിൽ വളരെ പ്രതിഷേധമുണ്ട്. കാരണം 10 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ 10 സെൻറ്റ് കിട്ടണം ഞങ്ങൾക്ക്. 10 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 5 സെൻറ്റ് വീട് എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നമ്മളൊക്കെ കണ്ടുവരുന്ന പൂത്തക്കൊല്ലിൽ കണ്ടുവരുന്നതാണ്. ഒരു കിണർ കുത്തിക്കഴിഞ്ഞാൽ ഈ കക്കൂസ് മാലിന്യം ആയിരിക്കും അതിലേക്ക് ഇറങ്ങി പോവുക. കാരണം ഞങ്ങൾക്ക് ഇത് ഈ 1-2 കൊല്ലത്തെ കാര്യമല്ല, ഞങ്ങളെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ശക്തമായിട്ട് പ്രതിഷേധിക്കും. അത് ഏതറ്റം വരെ വേണമെങ്കിലും ഞങ്ങൾ പോവും. ഈ നിലപാട് മാറ്റണം. ഞങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് തരണം. കാരണം HML ഭൂമി ഏറ്റെടുക്കാനും അളന്നെടുക്കാനും എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഭൂമി അളന്നെടുക്കാനും കോടതി ഉത്തരവുണ്ട്. സർക്കാരിന് അതിനുള്ള ഫണ്ടും ഉണ്ട് കയ്യിൽ. പിന്നെ അളന്നെടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം വരാൻ പോണത്? ഞങ്ങൾക്കതൊരു വിഷയമല്ല. കാരണം അവിടെ വില കൂടുതലാണ്, ഇവിടെ വില കുറവാണെന്നുള്ളതൊന്നും അതൊരു ന്യായമായ കാര്യമല്ല. ഞങ്ങൾക്ക് പുനരധിവാസം എന്നുള്ളത് എത്രയും പെട്ടെന്ന് ആവണം. ഞങ്ങളെ പെട്ടെന്ന് മാറ്റി പാർപ്പിക്കണം. അതിനുവേണ്ട നടപടി എത്രയും പെട്ടെന്ന് സർക്കാർ കൈക്കൊള്ളണം എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഇപ്പോൾ സുമാരേട്ടൻ, നമ്മളിവിടുത്തെ മെമ്പർ കൂടിയാണ്. ഈ ദുരന്തമുണ്ടായ സമയം മുതൽ അങ്ങ് ഇവിടുത്തെ ജനങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളും ഇടപെടുന്ന ആളാണ്. ഈ പുനരധിവാസത്തെക്കുറിച്ച് കൃത്യമായ ധാരണ, ജനങ്ങളുടെ അഭിപ്രായം കേട്ടറിയുന്ന ഒരാൾ കൂടിയാണ്. എന്താണ് സർക്കാരിൻ്റെ ഈ പുനരധിവാസത്തെ പാക്കേജിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് വാർഡിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വാർഡ് മെമ്പർ മാത്രമല്ല, ഈ പ്രദേശവാസിയാണ്. എൻ്റെ ജന്മമൊക്കെ ഈ നാട്ടിൽ തന്നെ ഉള്ളത്. എൻ്റെ പൂർവികരടക്കം ഇവിടെ തന്നെ ജനിച്ചത്. പുനരധിവാസത്തെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നെടുമ്പാലയായാലും ശരി, എൽസ്റ്റൺ എസ്റ്റേറ്റ് ആയാലും ശരി, അതിൽ 10 സെൻറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു പ്രശ്നം. ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. ഇന്നലെ തന്നെ പത്രസമ്മേളനത്തിൽ പറയുമ്പോൾ തന്നെ കമ്മീഷൻ റിപ്പോർട്ടും കൂടി എടുത്തു പറയുന്നുണ്ട്. കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ആദ്യം പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാക്കിയ 560 വീട് പിന്നെ തിരിച്ച് റവന്യൂ വകുപ്പ് 388 അതിനി കമ്മീഷൻ റിപ്പോർട്ട് 30 മീറ്റർ പരിധി പറയുകയാണെങ്കിൽ അതിൽ പിന്നെയും താഴോട്ട് വരിക. അതൊക്കെ വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ ഒരു കാര്യം 5 സെൻറ്റ് പറഞ്ഞു. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ശരിക്കും നമ്മൾ ടൗൺഷിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ടൗൺഷിപ്പിൻ്റെ സ്ഥലം കൂടി ആ കുടുംബത്തിന് ഒരു 10 സെൻറ്റ് കൊടുക്കുക യാതൊരു പ്രശ്നം. ഓൾറെഡി കൽപ്പറ്റയുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പ് തന്നെ ഉള്ളത്. അവിടെ എല്ലാ വിദ്യാലയങ്ങളിലും മറ്റു അടിസ്ഥാന സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, കൽപ്പറ്റുണ്ട്. അപ്പോൾ അവിടെ 5 സെൻറ്റ് എന്നുള്ളത് 10 സെൻറ്റ് കൊടുക്കുന്ന യാതൊരു കുഴപ്പമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ പുനരധിവാസം പറയുമ്പോൾ തന്നെ അതിൽ കൂടുതൽ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഈ നാട്ടിൽ, കർഷകർക്ക് ഇതുവരെ ഭൂമി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് വരാം. അത് വലിയ വിഷയം തന്നെയാണ്. പക്ഷേ ഈ പുനരധിവാസത്തിൽ ചിലർ കൽപ്പറ്റ നഗരസഭയിലെ ഭൂമിയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ 5 സെൻറ്റേ നൽകാൻ കഴിയുമെന്ന് പറയുന്നു. മേപ്പാടിയിലെ വില പഞ്ചായത്ത് ആയതുകൊണ്ട് അത് 10 സെൻറ്റിലേക്ക്. അപ്പോൾ ഈ ദുരിതബാധിതർക്ക് തന്നെ ഇതിൽ ഏത് വേണമെന്ന ചോദ്യം ഉന്നയിച്ചാൽ
സാധാരണ ആളുകൾ കൂടുതൽ സ്ഥലം ആണ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത. അപ്പോൾ അത് ഈ ഗുണഭോക്താക്കളുടെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കും. അതെ, അത് അതിലൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ 2 സ്ഥലമാണല്ലോ കണ്ടിരിക്കുന്നത്, എൽസൺ എലിശ്ശേരി, നെടുമ്പാല എലിശ്ശേരി. ആദ്യം ഇന്നലെ രാത്രി വരെ വിളിച്ച് പറഞ്ഞ ആൾക്കാർ ഇന്ന് മാറി. ആദ്യം അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കൽപ്പറ്റ നഗരസഭയോട് ചേർന്നുള്ള സ്ഥലം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. 5 സെൻറ്റ് ആയതുകൊണ്ട് 10 സെൻറ്റ് ആയതുകൊണ്ട് ഒരേ മാതിരി ആയിരിക്കും. ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് 10 സെൻറ്റുള്ള നെടുമ്പാല ഭാഗത്ത് കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. അതുപോലെ തന്നെ ഏത് രീതിയിലെ കാറ്റഗറി തിരിക്കുന്ന ഇതുവരെ നമ്മൾ തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതൊക്കെ ഒരു വലിയൊരു പ്രയാസത്തിലോട്ട് പോകുന്നുണ്ട്. മെയിൻ ഒരു സംഭവം നമുക്ക് വേണം, പുനരധിവാസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ല രീതിയിൽ തന്നെ നടക്കണം. ജനങ്ങളുടെ ആശങ്ക അകറ്റണം. 5 മാസവും 5 ദിവസവും ഇന്നൊക്കെയായി ഇതുവരെ ഒരു തീരുമാനം നമ്മളെ മുമ്പിൽ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ HMLൻ്റെ ഭൂമിക്ക് നമ്മൾ അതിൻ്റെ വില കെട്ടിക്കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എനിക്കൊരാശങ്ക അതിൽ പറയാൻ കാരണം കമ്പനിക്ക് വില കൊടുക്കാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ പണ്ട് പറഞ്ഞാൽ 99 വർഷമാണ് HMLൻ്റെ ഭൂമിക്ക് പിന്നെ നമ്മൾ പാട്ടക്കരാറിന് എടുത്തത്. കമ്പനിക്ക് ഗവൺമെൻറ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് HML പ്ലാന്റേഷനുള്ള കംപ്ലീറ്റ് എന്താ ഓൾറെഡി അവരെ ഭൂമിയായിട്ട് മാറാനൊരു സാധ്യത അതിൽ കൂടുതൽ നമ്മൾ കാണുന്നത്. അതിലൊരു വലിയൊരു ഒരു പ്രശ്നം ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ മുണ്ടക്കൈക്കാരനാണ്, ഇപ്പോൾ ഇവിടെയാണ്. ഞമ്മക്ക് പിന്നെ വീട് ഇവിടെ നിലനിൽക്കണം. 5 സെൻറ്റ് 2 ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ പുനരധിവാസം പറയുന്നത്. സെൻറ്റ് എന്ന് പറയാൻ ഒന്നും തയ്യില്ലല്ലോ. 10 സെൻറ്റ് സ്ഥലം ഒരു വീടും കൊടുക്കുക, അപ്പോഴേ പ്രശ്നങ്ങൾ തീരും. അത്ര തന്നെ ഉള്ളൂ. പക്ഷേ രണ്ടിടത്തും ഭൂമിയുടെ വില വ്യത്യാസം, ഭൂമിയുടെ വില വ്യത്യാസത്തിൽ 5 സെൻറ്റിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്കറിയില്ല അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീടൊന്നും കിട്ടണ്ട, നമ്മൾ ചികിത്സാ സഹായം കിട്ടിയാൽ മതി. ഒരു കിഡ്നിയൊക്കെ എടുത്ത് അതിന് നമ്മൾ പിന്നാലെ നടക്കാം. ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ നീലിക്കാപ്പ് ചുരുമല അല്ല ഞാൻ മുണ്ടക്കൈ ഡിവിഷനിലാണ് ഭാര്യ ജോലി. ഇതാ ബഷീർ. ഇക്കാരൻ്റെ വീട് ഇവിടെ തന്നെയല്ലേ? ഞാനിവിടെ തന്നെയാണ്. ഈ നാട്ടുകാരനാണ്. ഇവിടെ എനിക്ക് കടയുണ്ട്, കച്ചവടമുണ്ട്. നിങ്ങൾക്ക് ഭൂമി നഷ്ടമായിട്ടുണ്ടോ? എനിക്കൊന്നും എൻ്റെ കട നഷ്ടമായിട്ടുണ്ട്. എനിക്ക് വീടൊന്നും നഷ്ടമായിട്ടില്ല. പോയവർക്ക് എല്ലാവർക്കും വീട് കിട്ടണം എന്നുള്ളത് വളരെയധികം ആഗ്രഹമുണ്ട്. അല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് വീട് പോയിട്ടില്ല, കടയെ പോയിട്ടുള്ളൂ. കട നമുക്ക് എന്തായാലും കിട്ടൂലല്ലോ. തീരുമാനമായോ? ഒന്നും തീരുമാനമായിട്ട് ഇതുവരെ ഒരു തീരുമാനമില്ല. കടന്റെ കാര്യമൊന്നും തീരുമാനമാവുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കില്ല. വീട് പോയ എല്ലാ ആൾക്കാർക്കും വീട് കിട്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് കടയൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടിയാൽ മതി. അല്ലാതെ നമുക്ക് വേറെ ഒരു പ്രതീക്ഷയില്ല. പോയവർക്ക് എല്ലാവർക്കും കിട്ടണം. നിങ്ങളെ ഇവിടുത്തുകാരനാണോ? നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണോ? ഉണ്ടൊക്കെ ഈ ഭാഗത്തുള്ളവരാണോ? ഈ ദുരന്തത്തിന് ഇരകളായവരാണോ? ഞങ്ങളെല്ലാവരും ഈ വാർഡ് 10, 11, 12 വാർഡിലുള്ളവരാണ് എല്ലാവരും. എന്താണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്? അറിഞ്ഞു കാണുമല്ലോ, പുനരധിവാസം 2 ഇടങ്ങളിലാണ്, കൽപ്പറ്റ നഗരസഭയിലും മേപ്പാടി പഞ്ചായത്തിലുമായിട്ട്. ഒരിടത്ത് 5 സെൻറ്റ് ഭൂമി, ഒരിടത്ത് 10 സെൻറ്റ് ഭൂമിയുമായിട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ഈ പറയുന്ന ആളുകൾക്ക് വീട് എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. അതെ. ഈ കൽപ്പറ്റയിലും അതുപോലെ തന്നെ നെടുമ്പാലയിലും എല്ലാ സ്ഥലത്തും ഒരു 10 സെൻറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 15 സെൻറ്റെങ്കിലും കൊടുക്കണം. കാരണം 5 സെൻറ്റിൽ പറഞ്ഞാൽ ഒരു കൂട്ടിലിട്ട പോലെ ആയിപ്പോവും. ഒരു സ്പേസ് ഇല്ലാത്ത രീതിക്ക് എല്ലാത്തിനും ഒരു സ്ഥലം വേണമല്ലോ. ഇപ്പോൾ ഇവിടെ എല്ലാവരും ഒരുപാട് സ്ഥലമുള്ള ആൾക്കാർക്ക് അവിടെ 5 സെൻറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു കോളനിയിൽ ജീവിക്കുന്ന പോലെ ആയിപ്പോവും. എല്ലാത്തിനും തിരിയാനും അറിയാനും പറ്റാത്ത ഒരു സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോവല്ലോ. അപ്പോൾ ഈ നെടുമ്പാലയിലെ ഒരു 15 സെൻറ്റ് അവിടെ കൊടുത്തിട്ട് കൽപ്പറ്റയിലൊക്കെ ഒരു 10 സെൻറ്റൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവിടെയും ഒരു 15 സെൻറ്റ് രീതിക്ക് കൊടുക്കാനുള്ള. കാരണം ഒരുപാട് സംഘടനകളായാലും ഒരുപാട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തായാലും ഒരുപാട് പൈസകളുണ്ടല്ലോ. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിക്കുള്ള ഒരിത് കൊടുത്ത് ഇതാക്കണം എന്നാണ് പറയാനുള്ളത്. ചേട്ടൻ ഇവിടുത്തുകാരനാണോ? അല്ല. നമ്മളിവിടെ ഈ ചുരുൾമല റീബിൽഡ് എന്ന ഒരു ഫ്ലക്സ് ഇവിടെ കാണാം. അതിൽ ഈ ചുരുൾമലയുടെ ഏതൊക്കെ തരത്തിലാണ് പുനരധിവാസം നടപ്പാക്കാൻ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളാണ് അല്ലേ? നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം വെയിൽ. അപ്പോൾ അതിൽ നമുക്ക് കാണാം, പുനരധിവാസം പെട്ടെന്ന് നടപ്പിലാക്കുക, മരണ സർട്ടിഫിക്കറ്റ് നൽകുക, ചികിത്സയുള്ള ധനസഹായം, അങ്ങനെ 10ഓളം ആവശ്യങ്ങൾ. എങ്ങനെ ഈ ഒരു നാടിനെ വീണ്ടെടുക്കണം എന്ന കാര്യത്തിൽ നാട്ടുകാരുടെ നിർദ്ദേശമാണ് ഇതല്ലേ? അതെ, ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് വേണം. അതുപോലെ നമ്മുടെ ഈ പുഴ എത്രയും പെട്ടെന്ന് അടുത്ത മഴക്കാലമാകുമ്പോഴത്തിന് അത് എന്താ പറയുക, പഴയ രീതിയിലാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ സ്കൂളിനെ കുറിച്ചിട്ട് ആരും ഒരു കാര്യം പറയണില്ല. ഇവിടുന്ന് 300 കുട്ടികൾ പോകുന്നുണ്ട്. രാവിലെ വൈകുന്നേരം അതേമാതിരി ബസ്സിന് ഇവിടെ കൊണ്ടുവന്നാക്കണം, രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടാക്കണം. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് നമ്മുടെ സ്കൂള്, അതുപോലെ ഒരു ഹോസ്പിറ്റൽ, ഇവിടെ ഇനിയും ഇവിടെ ഉള്ള ആൾക്കാർ ജീവിക്കണമല്ലോ, അതിനുള്ള സൗകര്യങ്ങളാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്ത് തരാനുള്ള
ആവശ്യങ്ങൾ ഞങ്ങൾ പറയുന്നത്. പ്രതിവാസം പക്ഷേ അതാണ് യുദ്ധകാലാടിസ്ഥാനം നടപ്പാക്കാൻ ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നതാണ് സർക്കാരിൻ്റെ ഒരു നിലപാടിൽ. സ്വാഭാവികമായിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കും വേണം. ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ പ്രതിവാസത്തിൻ്റെ പാക്കേജ് അതിൽ നിങ്ങൾ തൃപ്തരാണോ ഈ നാട്ടുകാർ? അതിൽ കുറേ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഈ കൽപ്പറ്റത്തെ ഭൂമിയിൽ 5 സെൻറ്റ് ഭൂമി എന്നാണ് പറയണത്. അത് മാറ്റണം, അത് തിരുത്തിയിട്ട് അത് 10 സെൻറ്റ് ആക്കി കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. 5 സെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രയാസം തന്നെയാണ്. വീട് 1000 സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ടൈമിൽ തുപ്പാൻ വരെ സ്ഥലമില്ലാത്തൊരു രീതിയിലാണ് അതായി വരിക. പിന്നെ ഇപ്പോൾ ഈ മാലിന്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പ്രയാസം തന്നെയാണ് അതുണ്ടാവുക. കുടിവെള്ളത്തിൻ്റെ പ്രയാസങ്ങൾ, അങ്ങനത്തെ പ്രയാസങ്ങളാണ് അതിൽ വലിയ പ്രയാസങ്ങളായിട്ട് മാറുക. ആധുനിക സംവിധാനങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ എന്നാൽ പോലും ഈ നാട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല സ്ഥല പരിമിതിയിലൊന്നും ഇല്ലാതെ ജീവിച്ച ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ ഈ 5 സെൻറ്റിൽ ഒതുങ്ങി പോകുന്നുള്ളൊരു ആശങ്കയാണ് പലരും പങ്കുവെക്കുന്നത്. തോന്നുന്നുണ്ടോ അങ്ങനെ? അല്ല, ഇവിടെ ആദ്യമായിട്ട് നടക്കേണ്ട പുനരധിവാസമാണ്. ആ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഗവൺമെൻറ് ഇപ്പം 5 മാസം ആയി നമ്മളെ ഇവിടെ ആയിട്ട് നടക്കുന്നത്. അപ്പം ഗവൺമെൻറ് ഇപ്പം ഇന്നലെ ഒരു എല്ലാ സംഘടനകളെയും വിളിച്ച് അതിൻ്റെ ഒരു കരട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ 5 സെൻറ്റ് 10 സെൻറ്റ് എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഈ 5 സെൻറ്റിൽ ഒരു താല്പര്യമില്ല. കാരണം ഇന്നലെ തന്നെ ചർച്ചകൾ തുടങ്ങി. അതിന് വലിയൊരു സമര മുഖത്തേക്കാണ് ഇവിടുത്തെ ജനങ്ങൾ പോകുന്നത്. കാരണം 5 സെൻറ്റ് സ്ഥലം ഒരു ടൗൺഷിപ്പായി നിൽക്കുമ്പോൾ നമുക്ക് തുപ്പാൻ വരെ ഒരു അവസരം ഉണ്ടാവില്ല. ഒരു വേസ്റ്റ് ഇടാനോ മറ്റൊരു അവസരം. ഇപ്പോൾ നമ്മൾ നെടുമ്പാല 165 ഹെക്ടർ ഉണ്ട്. അപ്പോൾ ആ സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് ഈ ടൗൺഷിപ്പ് ആക്കുകയാണെങ്കിൽ 10 സെൻറ്റ് സ്ഥലം 1000 സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും നെടുമ്പാല മതി എന്നുള്ള അങ്ങനെയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ താമസിക്കുന്ന ആളാണ്. നമുക്കൊന്നും ഒരിക്കലും വീട് കിട്ടുക എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളൊക്കെ ഞാൻ PTA പ്രസിഡൻ്റാണ്. അത് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആദ്യം ഞങ്ങൾക്കൊരു സ്കൂള് വേണം. ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ആ മക്കൾക്ക് ഒരു സ്കൂള് അത്യാവശ്യമാണ്. ഞങ്ങളിവിടെ 300 പിള്ളേർ ഇവിടുന്ന് രാവിലെ ഒരു 7:30, 8:30, 9 മണി 3 ഇതായിട്ടാണ് പോകുന്നത് ബസ്സിന്. വളരെ പ്രയാസമാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ സ്കൂള്, താമസിക്കുന്ന അങ്ങാടിയിൽ ഞങ്ങളുടെ കറണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് വന്നാലേ ഇവിടെ നിൽക്കുന്നവർക്കുള്ള ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് വേറെ റീഹാബിലിറ്റേഷൻ കിട്ടില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യങ്ങളെല്ലാം നഷ്ടമാവുകയും ചെയ്യും. നിലവിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ നിലനിർത്തി തരാൻ ഗവൺമെൻറ് ഈ പുനരധിവാസത്തിന് ശേഷം ഞങ്ങൾക്ക് ചെയ്തു തരണം. ആദ്യമായിട്ട് പുനരധിവാസം. കാരണം ജനങ്ങളൊക്കെ ഭിന്നിച്ച് കിടക്കുകയാണ്, വളരെ പ്രയാസത്തിൽ തെരുവിലാണുള്ളത്. അവരൊക്കെ ഒന്നിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്ന ആളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഗവൺമെൻറ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവരും ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇപ്പോഴും ഈ ദുരന്ത മേഖലയുടെ എത്ര ദൂരത്തിൽ താമസിക്കാവൂ എന്നുള്ളതിൻ്റെ ഒരു കാര്യത്തിലൊരു കൃത്യമായി അതിന് നമുക്കൊരു ഫാൾട്ടോടെ പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു അളക്കണം. മത്തായി ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അളവ് നടന്നിട്ടില്ല. ഇവര് അളവ് നടന്നിട്ടുണ്ടെങ്കിൽ, അളവ് നടന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്താൽ നമുക്ക് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്കതെന്ത് ചെയ്യുക, അത് നമുക്ക് അതിനെ എതിർക്കാം. പക്ഷേ ഇവിടെ അളക്കാൻ വരുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി അളക്കാൻ വരുന്നവരെ തടഞ്ഞു വെച്ചു. ആ ഒരു പ്രയാസം ഗവൺമെൻറ്റിൻ്റെ ഇടയിലുണ്ട്. ഞങ്ങൾക്കും അതിലൊരു പ്രയാസമുണ്ട്. അത് അളന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതിന് ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കതിനെ എതിർക്കാം. പക്ഷെ ആ കാര്യം ഇവിടെ നടന്നിട്ടില്ല. അത് വലിയൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മെമ്പർ ചേരുന്നുണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ പുനരധിവാസമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദൂരപരിധി അല്ലേ? അതിലെന്താണ് നിലവിലെ ഒരു അവസ്ഥ? അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞതിൽ വലിയൊരു ആശങ്ക ഉണ്ടെന്ന് പറയാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പുനരധിവാസം വരുന്നതോടൊപ്പം തന്നെ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ആരൊക്കെ ഉൾപ്പെടുന്നില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. അതിൽ വലിയൊരു ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അതിൽ വലിയൊരു ആശങ്ക നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അതാണ് മെയിൻ ഒരു പ്രോബ്ലം. അപ്പോൾ നമുക്ക് ധൈര്യത്തോട് പറയാം, ഓക്കെ ഞാൻ ആ പുനരധിവാസം ബന്ധപ്പെട്ട ആ ലിസ്റ്റിൽ എൻ്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ 3 വാർഡിൽ എവിടെയാണ് എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു വലിയൊരു സാഹചര്യം നമുക്ക്. അതൊരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 388 പേരെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ, റവന്യൂ പബ്ലിഷ് ചെയ്തപ്പോൾ അതിലൊരു വലിയൊരു ആശങ്ക വന്നപ്പോൾ അത് വീണ്ടും 15 ദിവസം ഹിയറിങ്ങിന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അപേക്ഷ വില്ലേജിലും അതുപോലെ താലൂക്കിലും കളക്ടറേറ്റിലും പഞ്ചായത്തിലും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് അതിന് ഹിയറിംഗ് പൂർത്തീകരിക്കുള്ളൂ. ജനുവരി 15 എന്തായാലും ആവില്ല. കാരണം ഇത് വീണ്ടും വന്ന് പരിശോധിച്ച ശേഷം ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ശേഷം വീണ്ടും ഒരു ഹിയറിങ്ങിന് വെക്കേണ്ടി. ഇപ്പം നമ്മൾ പഞ്ചായത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഈ ഉരുൾപൊട്ടിയ ഭാഗത്തുള്ള ആൾക്കാർ മാത്രമല്ല അപേക്ഷ തരുന്നത്, വാർഡിലെ മുഴുവൻ ആൾക്കാർ അപേക്ഷ തരുന്നുണ്ട്. അത് വലിയൊരു ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലാവിടെയും ഇപ്പം നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഈ 3 വാർഡിൻ്റെ മുക്കിലും മൂലുള്ള ആൾക്കാർ നമുക്ക് അപേക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൻ്റേതായ കാലതാമസം നമുക്ക് ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട്. അപ്പോൾ പുനരധിവാസം വന്നിട്ടോ കുഴപ്പമില്ല. നമുക്ക് അതിലേറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ 5 മാസം മുമ്പ് നമ്മളൊക്കെ നല്ല ഭൂമികൾ, കാർഷിക ഭൂമികളായിരുന്നു. ഇപ്പോൾ അവിടെ നമുക്ക് ഉള്ള കാപ്പിയോ കാര്യങ്ങളോ പറിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ലോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 34 കോടി രൂപയോളം ഈ പ്രദേശത്തിലെ വിവിധ ബാങ്കുകളിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടി മേടിച്ച ലോണുകളുണ്ട്. ഇപ്പോൾ ടൗൺഷിപ്പ് വരുമ്പോൾ ഈ പറയുന്ന കടക്കാരൊക്കെ ആ രീതിയിൽ എങ്ങനെ പരിഹരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ അടിസ്ഥാനപരമായിട്ട് കുറേ പ്രശ്നം നമ്മളെ മുമ്പ് തോട്ടം തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്. മഴക്കാലം വരാൻ പോകുന്നു. മഴക്കാലം വന്നാൽ തന്നെ നിലവിൽ താമസിക്കുന്ന ആൾക്ക് ഈ സമയം വരെ നിരന്തരം കലക്ടർ ഓഫീസിനും അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയുന്നുണ്ട്, നമ്മൾ പുഴകളും തോടുകളും അടിയന്തരമായിട്ട് മാന്തിയാലേ പിന്നെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇനി ഒരു ചെറിയ മഴ വന്നാൽ തന്നെ നമ്മൾ പറഞ്ഞ നീലിക്കാപ്പ് മുതൽ വെള്ളരിമല വില്ലേജിൻ്റെ ഭാഗങ്ങളൊക്കെ തോടുകൾ വെള്ളം നിറഞ്ഞു, ഒരു ദിവസം വരെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ അതും എത്രയും പെട്ടെന്ന് ചെയ്തു തരണം. അതുപോലെ തന്നെ ടൗണിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ആകുള്ളത് 2 കടകളിൽ മാത്രമേ കറണ്ടുള്ളൂ. അതും ഈ പറഞ്ഞ അപ്പുറത്ത് മദ്രസൊന്നും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അതും ഈ കറണ്ടും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാര്യമുണ്ട്. റീഹാബിലിറ്റേഷനാണ് പ്രയോറിറ്റി എന്നാണ് സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 5 സെൻറ്റിൻ്റെയും 10 സെൻറ്റിൻ്റെയും വിഷയം അത് നിങ്ങൾ മന്ത്രിയുമായിട്ട് കാണുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിക്ക് മുമ്പിൽ ഉന്നയിക്കും. എന്താണ് അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടല്ലോ. ഭൂമിയുടെ വിലയൊക്കെ ഇതിന് വലിയ അടിസ്ഥാനമായ ഘടകമല്ലേ? അതെ, അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും മിനിസ്റ്റർ വയനാട്ടിൽ വരും. ഒരാളെങ്കിലും ടീമുമായിട്ട് ഇന്ന് കളക്ടറിൽ ചർച്ചയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെങ്കിലും ഇതുവരെ അവരിന്നലെ പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ട് ഒരാളെങ്കിലും കൊടുക്കാമെന്ന്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നാണ് തീരുമാനിക്കേണ്ടത്. 5 സെൻറ്റ് പ്രാക്ടിക്കലല്ല, പ്രായോഗികമല്ല. കാരണം ഇവിടെയൊക്കെ അത്ര സുഖമായി ജീവിച്ച ആൾക്കാരാണ്. പരമാവധി ആൾക്കാരുടെ 50ഉം 1 ഏക്കർ വരെ സ്ഥലങ്ങളുണ്ട്. അവന് 5 സെൻറ്റ് കൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഞങ്ങളെ ആശങ്ക എന്തായാലും ഈ പറയുന്ന മന്ത്രിയുടെ നമ്മളന്ന് കൊടുത്ത ഒരു കണക്ക് പ്രകാരം 500-600 ഇടയിലുണ്ട്. ആ വീട് കൊടുത്താൽ തന്നെ കുറേ പേർക്ക് നമുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കൊടുത്ത ലിസ്റ്റ് അറിയാലോ. അന്ന് നമ്മൾ അത് നമുക്കറിയാം. അത് അന്നത്തെ കണക്ക് പ്രകാരം നമ്മളെ മുട്ടിൽ വെച്ച് അന്ന് ചീഫ് സെക്രട്ടറി വേണു സാർ പറഞ്ഞിരിക്കുന്ന 1036 വീടിൻ്റെ കണക്ക് പറയുന്നത്. അത് കുറഞ്ഞു വന്ന് 388 എത്തിയിരിക്കുകയാണ്. 3 വാർഡിലും കൂടി 388 ഞാൻ എൻ്റെ വാർഡിൽ നിന്ന് തന്നെ കൊടുത്തിരിക്കുന്ന 125 പേരെ കൊടുത്തത്. ആകെ 66 പേരെ ലിസ്റ്റാണ് വന്നിട്ടുള്ളൂ. പക്ഷെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ലിസ്റ്റിൽ പെടുമ്പോൾ നടുവിലുള്ള ആൾക്കാർ പെടുന്നില്ല. എന്താ സംഭവം നമ്മൾ ചോദിക്കുമ്പോൾ പറയും ആ വീട് വാസയോഗ്യമാണെന്ന്. ഒരു കാരണവശാലും അവിടെ വാസയോഗ്യമാവില്ല. കാരണം ഇന്നലെ നാളെ പുഴയിലും തോടിലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരിക്കലും താമസിക്കാൻ പറ്റിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സർക്കാരിൻ്റെ നടപടികൾ തുടങ്ങിയെന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ പരിഹരിക്കേണ്ടതായ ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ടുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ട് തീർക്കണം എന്നാണ്. ഈ മഴൻ്റെ മുമ്പിലെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്താൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതാണ് ഈ ഒരു നാട്ടുകാർക്കെല്ലാം തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അതായത് സർക്കാർ നടപടികൾ തുടങ്ങി എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എങ്ങനെ 5 സെൻറ്റിൽ ഞങ്ങൾ ഒതുങ്ങി ജീവിക്കും. കാരണം ഇവിടെ ഒരുപാട് വലിയ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. 10ഉം 15ഉം സെൻറ്റ് അവിടെ ഉണ്ടായിരുന്നവരാണ്. അവരൊക്കെ 5 സെൻറ്റിലേക്ക് ഒതുങ്ങി ജീവിക്കുമോ എന്ന ചോദ്യമാണ് വരുന്നത്. അത് നമുക്കറിയാം, സർക്കാരിൻ്റെ പരിമിതികളുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചട്ടങ്ങളുടെ നിയന്ത്രണങ്ങളുണ്ട്, അങ്ങനെ പല നിയമങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ സർക്കാർ എത്രമാത്രം ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത് ഈ പ്രദേശവാസികൾക്ക് അവരുടെ ഈ സർക്കാരിൻ്റെ തീരുമാനത്തിലുള്ള പ്രതികരണം മാത്രമാണ്. എന്താണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രയോറിറ്റി പുനരധിവാസത്തിന് തന്നെയാണ്. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും അതിൽ ഈ ഭൂമിയുടെ അളവ് സംബന്ധിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും ഇവിടെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അഖിലൂട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.